ഗൈസ്, നമ്മളുടെ ഡേ 3 ആണ് മെക്സിക്കോയിൽ. അപ്പം നമ്മളിന്ന് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇന്നലെ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടൊരു 8:30 ടൈമിലാണ് നമ്മുടെ ആക്ടിവിറ്റീസിലേക്ക് പോകാൻ പറ്റുക. ഇന്നിപ്പോൾ സെയിലിംഗ് ഒക്കെ ഉണ്ട്, നമുക്ക് സ്നോർക്ലിങ് കാര്യങ്ങളുണ്ട്. പിന്നെന്താ ഒരു ഇസ്ലാം ഫറസ് എന്ന് പറഞ്ഞ ഒരു ഐലൻഡ് വിസിറ്റ് ചെയ്യണ പരിപാടിയാണ്. അവിടെ സിറ്റി, അവരുടെ സിറ്റിയൊക്കെ, സിറ്റി എന്ന് പറയാൻ പറ്റില്ല, ചെറിയ ടൗൺ. അവരുടെ സിറ്റിക്ക് ഇറങ്ങി കാണാം. അവരുടെ അടിപൊളി ബീച്ചാണ്, അത് കാണാൻ പറ്റും. പിന്നെ സ്നോർക്കലിങ്, സെയിലിങ്, അങ്ങനെ ചെറിയൊരു 1 ഡേ ട്രിപ്പ്. അതിനൊന്ന് നമ്മൾ പോകാൻ പോകണം. അപ്പം എല്ലാ വിശേഷങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഞങ്ങൾ ഈ എടുത്തിരിക്കുന്ന എക്സ്കർഷന് പല പല ടൈമിങ്സ് ഉണ്ടായിരുന്നു. ഞങ്ങളെടുത്തത് 9 മണി സമയമാണ്. അതുകൊണ്ട് ഷാർപ്പ് 9 മണിക്ക് തന്നെ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു റിസോർട്ടിൻ്റെ മുൻപിൽ. അടുത്ത റിസോർട്ടിൽ പോയി അവിടെ നിന്ന് ആൾക്കാരെ എടുത്തിട്ട് നമ്മൾ നേരെ നമ്മുടെ ക്രൂസിൽ പോകും. അവിടെ പോകും. നമ്മൾ ചെറിയൊരു വാനാണ്. ഫസ്റ്റ് ആയി തന്നെ നമുക്ക് ഫ്രണ്ടിൽ തന്നെ സീറ്റ് കിട്ടും. വീഡിയോസൊക്കെ എടുക്കാം. നമ്മൾ ഇന്ന് പോകുന്ന ഈ ഒരു ഐലൻഡിൻ്റെ പേര് ഇസ്ലാം ഉഗാരിസ് എന്നാണ്. നമ്മൾക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ട് സെയിലിംഗ് വഴിയായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബീച്ചിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അപ്പോൾ അതിനു മുന്നേ തന്നെ ഈ സെയിം എക്സ്കർഷൻസ് ബുക്ക് ചെയ്തിട്ടുള്ള ആളുകളെയൊക്കെ അവരവരുടെ റിസോർട്ടുകളിൽ നിന്ന് നമ്മൾ പോയി പിക്ക് ചെയ്തു. അതിന് ശേഷമാണ് നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോയത്. ഞാനിങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കാഴ്ച കണ്ടു, ഈ ഒരു കാറ്. എനിക്ക് ഭയങ്കര കൗതുകം തോന്നിയത് കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതാണത്. നമ്മുടെ നാടിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ക്ലൈമറ്റും പച്ചപ്പും ഹരിതാപവും ഒക്കെ മെക്സിക്കോക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തിരിച്ച് നാട്ടിലെത്തിയ പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ നമ്മൾ അവിടെ ചെന്ന് നമ്മൾ ടിക്കറ്റും കാര്യങ്ങളുടെയൊക്കെ പ്രൊസീജിയേഴ്സ് ഒക്കെ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള സൺസ്ക്രീൻ മാത്രം ഓഷ്യനിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. വേറെ കൺട്രി ആകുമ്പോൾ അവിടുത്തെ നിയമങ്ങളനുസരിച്ച് കോംപ്ലിമെന്ററി ആണല്ലോ ഇതൊക്കെ. കോംപ്ലിമെന്ററി ഡ്രിങ്ക്സ്, കോഫി, ഓറഞ്ച് ജ്യൂസ്. നമ്മൾ നമ്മുടെ ബോട്ടിലേക്ക് ബോർഡ് ചെയ്യാൻ നിൽക്കുകയാണ്. കുറേ ആൾക്കാരുണ്ട്. ആമസോൺ എന്നായിരുന്നു നമ്മളുടെ ബോട്ടിൻ്റെ പേര്. അതുകൊണ്ട് തന്നെ ആമസോൺ കാടുകളിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം ആൾക്കാരൊക്കെ ആയിരുന്നു നമ്മളെ വെൽക്കം ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നത്. അതെന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മൾക്ക് അവരുടെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. Chicos, todo el mundo fuerte, louder. Decimos that we say hola. Hola. Perfecto, that was a difference, guys. ¿Cuántas personas? ഇത്തിരി റഫാണ് അവർ പറയുന്നത്. ഇപ്പോൾ കുറച്ച് നേരം ഇവിടെ ബോട്ടിന്റെ ഫ്രണ്ടൊക്കെ ഒഴിവായി കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇറങ്ങാന്ന് വെച്ചിട്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഡ്രിങ്കൊക്കെ കോംപ്ലിമെന്ററി ആണ്. കുറേ ഡ്രിങ്കുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ബിയർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്കിത് കഴിഞ്ഞ് നേരെ റെസ്റ്റോറൻറ്റും ഉണ്ടല്ലേ, റെസ്റ്റോറൻറ്റ് ആക്സസ് ഉണ്ട്, ലോഞ്ച് ആക്സസ്. നിങ്ങൾ കാണിച്ചു തരാം ഞാൻ.
ആദ്യത്തെ ഒരു ഐലൻഡിൽ വന്നിട്ടുണ്ട്, ഐലൻഡ്. ഇത് കഴിയുമ്പോൾ നമ്മൾ 12:30 തിരിച്ചിവിടെ വരണം എന്നാ പറഞ്ഞാണ് അല്ലേ? ഷോപ്പിംഗ് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാം. അത്യാവശ്യം നല്ല വൈറ്റ് സാൻഡും ക്ലിയർ വാട്ടർ. കാണാൻ നല്ല ഭംഗിയുള്ള ഐലൻഡ് തന്നെയായിരുന്നു കേട്ടോ. അത് നല്ല നീല കളർ വെള്ളമൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ബീച്ചിൽ ഇറങ്ങാം. അതല്ലാതെ തന്നെ ഈ ഐലൻഡ് തന്നെ ഒരുപാട് ചുറ്റിക്കാണാൻ വേണ്ടി ഉണ്ടായിരുന്നു. നമ്മളിറങ്ങിയ സെയിം ടൈമിൽ തന്നെ പല പല ബോട്ടുകളൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഐലൻഡ് നല്ല ക്രൗഡഡ് ആയിരുന്നു, ഇഷ്ടമാതിരി ആളുകളുണ്ടായിരുന്നു. ഇവിടെ ടെക്കീല ടേസ്റ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഷോപ്പിംഗ് ഓപ്ഷൻസ് ഉണ്ട് അവിടെ. It's just half an hour here. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഐലൻഡൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നടന്ന് കണ്ടു. അതേപോലെ തന്നെ അവിടുത്തെ സ്ട്രീറ്റുകളൊക്കെ എക്സ്പ്ലോർ ചെയ്തു. അതിനുശേഷം നമ്മൾ വിചാരിച്ചു കുറച്ച് നേരം ബീച്ചിലെ വെള്ളത്തിൽ ഇറങ്ങാമെന്ന്. നല്ല തണുവുള്ള വെള്ളമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അതേപോലെ നമ്മൾ സ്നോർക്കലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് അവിടെ എൻജോയ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ബോട്ടിലോട്ട് കയറി. നമ്മളടുത്ത ഐലൻഡിൽ ഇറങ്ങി. ഇവിടെയാണ് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുക. നേരത്തെ പറഞ്ഞ പോലെ അടുത്ത ഐലൻഡിൽ വന്നു. ഇവിടെ കുറേ റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് ആക്സസ് ചെയ്യാം. പിന്നെ കുറച്ച് ഈ ഐലൻഡ് ഫുൾ ചുറ്റിക്കാണല്ലോ എന്ന് തോന്നണല്ലേ ഇവിടുത്തെ ആക്ടിവിറ്റി. നല്ല ഭംഗിയുള്ള ഐലൻഡ് അല്ലേ? ഒരു പ്രൈവറ്റ് ഐലൻഡ് ആണെന്ന് തോന്നുന്നു. പ്രൈവറ്റ് ഐലൻഡ്, കാരണം ഹോട്ടൽസും റിസോർട്ട്സും മാത്രമേ ഉള്ളൂ. പിന്നെ സ്പാ കാര്യങ്ങളൊക്കെ ഉണ്ട്. വേണമെന്ന് വെച്ചാൽ അതൊക്കെ എക്സ്ട്രാ ആണ്. അതൊക്കെ എക്സ്ട്രാ എമൗണ്ട് ആണ്. കാണുന്ന വെച്ചാൽ നമുക്ക് ബീച്ചാണ്, ബീച്ചിലിറങ്ങാം. ഫുഡൊക്കെ കഴിച്ചു. ഇപ്പം ഞങ്ങളിവിടെ ഒരു റെസ്റ്റിംഗ് ഏരിയ ഉണ്ട്. ഇവിടെ വന്ന് കിടക്കുക. പിന്നെ ഫ്രണ്ടിൽ ആവശ്യപോലെ ബീച്ചിലിറങ്ങാൻ നമുക്ക് ഐലൻഡ് വിസിറ്റ് ചെയ്യാൻ പഠിക്കാം. ഐലൻഡ് മുഴുവനും കറങ്ങി കാണാം. ഗൈസ്, നമ്മുടെ ഈ ഐലൻഡിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. അതിന് ബോട്ടിൽ വീണ്ടും ബീച്ചിലിറങ്ങാം, പിന്നെ ഐലൻഡ് വിസിറ്റ് ചെയ്യാം പരിപാടി. അങ്ങനെ ഒരു ലോങ് ഡേക്ക് ശേഷം ഞങ്ങൾ തിരിച്ച് റിസോർട്ടിലെത്തി. നല്ലൊരു ദിവസമായിരുന്നു, നല്ലൊരു ട്രിപ്പായിരുന്നു. എസ്പെഷ്യലി സെയിലിങ്ങും സ്നോർക്കലിങ്ങും ഒക്കെ അടിപൊളിയായിരുന്നു. എന്തായാലും ഞങ്ങൾ ഈ ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റിസോർട്ടിലെത്തിയപ്പോൾ അവിടെ രാത്രി കുറച്ച് പരിപാടികൾ, ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ കണ്ട് അവിടെ നിന്നു. ഈ റിസോർട്ടിൽ എല്ലാ ദിവസവും രാത്രി എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടികൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇന്ന് നമുക്കൊരു ഫയർ ഡാൻസ് പോലത്തെ ഒരു ഐറ്റം ആയിരുന്നു അവിടെ. നമ്മൾ ഡിന്നർ കഴിക്കുന്ന റെസ്റ്റോറൻറ്റ് അകത്ത് തന്നെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു പരിപാടികളൊക്കെ അവിടെ ഇരുന്ന് തന്നെ ആസ്വദിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ മെക്സിക്കോയിൽ വരുമ്പോൾ ഇങ്ങനെയുള്ള എക്സ്കർഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ തന്നെ ടൂർ ഓപ്പറേറ്റേഴ്സിനെ ചൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നന്നാവുക. കാരണം ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അത് തന്നെയാണ്. ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് അതാണ് മനസ്സിലായത്. ഈ എക്സ്കർഷൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ നെക്സ്റ്റ് ഡേ അടുത്തൊരു എക്സ്കർഷനും കൂടി ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും വരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു.
ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി അടുത്തൊരു മെക്സിക്കൻ വ്ളോഗുമായിട്ട്, മെക്സിക്കൻ സീരീസിലെ അടുത്ത വ്ളോഗുമായിട്ട് കാണുന്നത് വരെ ടിൽ ദെൻ ബൈ ബൈ.